കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിൽ മൂടാടി പഞ്ചായത്തിലെ എളമ്പിലാട് ദേശത്താണ് നമ്മളിപ്പോൾ. അമ്പിച്ചകുളത്തുള്ള ശ്രീ സത്യൻ, ശ്രീ മുരളി എന്നിവരാണ് നമ്മോടൊപ്പം അവരുടെ കൃഷിയിടം പരിചയപ്പെടുത്തുന്നത്. അവരുടെ വിശേഷങ്ങളിൽ നമുക്കും പങ്കുചേരാം. നാടിന്റെ പൈതൃകം കൃഷിയാണോ? അതെ, ഇത് കൃഷിയിടം തന്നെയാണ്. ഇവിടെ എപ്പോഴും ഈ നെല്ല് ഇത് കഴിഞ്ഞാല് പിന്നെ പച്ചക്കറികള് ഈ നിറയെ തോട്ടങ്ങളായിരിക്കും ഇവിടെയുള്ള ഈ പരിസരവാസികളെല്ലാം കൃഷി ചെയ്യുന്നതായിരിക്കും. നെല്ല് അത് കഴിഞ്ഞാല് ഞങ്ങള് നെല്ലിന്റെ വിതരണം നടത്തും. ഇത് കാലാകാലങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഇവിടെ അങ്ങനെ തരിശായിട്ട് കിടക്കുന്നില്ല, എപ്പോഴും കൃഷിയാണ്. നെല്ല് കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴേക്ക് ഇവിടെ കൃഷിയാവും. പച്ചക്കറി കഴിഞ്ഞാൽ വീണ്ടും നെല്ല് കഴിഞ്ഞാൽ വീണ്ടും പച്ചക്കറി, അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും ഇതൊരു തരിശായിട്ട് കിടക്കില്ല. നെൽകൃഷി രീതികളൊന്ന് പറഞ്ഞു തരാമോ? കൃഷി രീതികള് ഞങ്ങൾ പറഞ്ഞ ഇപ്പൊ കരനെല്ലാണ് ഇട്ടിരിക്കുന്നത്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇവിടെ കൃഷി ഇറക്കും. അപ്പോൾ അത് ഇറക്കി കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും പിന്നെ നെല്ലിടാൻ തുടങ്ങുന്നതെന്ന് പറഞ്ഞാല് എല്ലാം പറിച്ചിട്ട് പുല്ലെല്ലാം ചെത്തിക്കഴിഞ്ഞ് പിന്നെ മെഷീൻ ഒഴുത് പിന്നെ നെല്ല് പിന്നെ ട്രാക്ടർ അടിച്ചിട്ട് നെല്ല് വിതറും. ഇത് നല്ല നെല്ല് ഇപ്പൊ ഞങ്ങൾ ഇട്ടിരിക്കുന്ന ജ്യോതി നെല്ലാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ജ്യോതിയാണ് നെല്ലിട്ടിരിക്കുന്നത്. ഇപ്പൊ ഇട്ടിട്ട് പിന്നെ കഴിഞ്ഞ മാസം പിന്നെ മെയ് 15 ഇട്ട നെല്ലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. കതിരായിട്ടുണ്ട്. ഇപ്പൊ ഗർഭം ധരിച്ച് ഇപ്പം കതിരായി വന്നിട്ടുണ്ട്. ഇനി 6 ആഴ്ച പിന്നെ ഒരാഴ്ച കൊണ്ട് ഇതിനെ പിന്നെ പാലുറയ്ക്കും. പാലുറച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിനെ നെല്ലാവും, അരിയാവും. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞാല് ഇത് കറക്റ്റ് നമ്മളെ കൊയ്യേണ്ട ഭാഗത്തിന് നെല്ലാവും. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇപ്പം കൊയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഈ നെല്ലിട്ടത് പിന്നെ പിന്നെ മെയ് 15 ഈ വിത്തിട്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയായി കണ്ടോ. അപ്പൊ ചുരുങ്ങിയത് ഒരു 320 ദിവസം കൊണ്ടാണ് ഈ കരനെല്ല് എന്ന് പറഞ്ഞ സമ്പ്രദായം പിന്നെ നമ്മൾ ഉണ്ടാക്കല്. നെല്ലുകൾ പലതരം ഇടും, പുഞ്ചയിടും, അങ്ങനെ പലതരം ഇടും. ഇപ്പൊ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരനല്ല. എല്ലാ വർഷവും ഞങ്ങൾ ഇതിൽ ഇടുന്നതാണ്. ഇനിയിപ്പം ഇത് കൊയ്യല് ഇപ്പൊ 6 ആഴ്ച കഴിഞ്ഞാല് ഇങ്ങനെ ഇതിന് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇതിൽ മരുന്നൊന്നും അടിക്കില്ല. ഇപ്പൊ പറഞ്ഞാൽ ഇത് പാല് കുടിക്കാൻ വേണ്ടിയിട്ട് പാറ്റകൾ വരും. ഈ പാറ്റകൾ വരുന്ന സമയത്ത് ഞങ്ങൾ എന്ത് പറഞ്ഞാല് ഈ മൈതാനം തീർത്ത് പന്തങ്ങൾ കുത്തിയിട്ട് രാത്രി ഒരു 8 മണിക്ക് പന്തങ്ങൾ വെച്ചിട്ട് നിറയെ കുത്തി വെക്കും രാത്രി കാലങ്ങൾ. എന്നിട്ട് എന്താക്കുന്ന പറഞ്ഞാൽ ഈ രാത്രി ഈ പാറ്റ വന്നിട്ട് ഇതിൽ വീണ് പോയിപ്പോ. അപ്പൊ ഈ പാല് കുടിക്കാതെ ഞങ്ങക്ക് നിലവില് നമുക്ക് നെല്ലെല്ലാം വളരെ കറക്റ്റായിട്ട് കിട്ടും. ഇതിലൊന്നും അടിക്കില്ല. എന്ന് പറഞ്ഞാൽ ഈ നെല്ല് ഞങ്ങൾ എന്ന് പറഞ്ഞാല് തവിട് കളയാതെ അരിയായിട്ട് ഞങ്ങൾ തന്നെ കഴിക്കുകയും വിതരണം ചെയ്യുന്ന രീതിയാണ്. ഇപ്പൊ തവിട് കളയാത്ത അരി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? നീ മൂടാടി അരി എന്ന് പറയുക. അപ്പം ഇതിനുള്ള സാങ്കേതിക സഹായങ്ങളെല്ലാം തരുന്നതെന്ന് പറഞ്ഞാൽ മൂടാടി പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ ഞങ്ങള് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പം പിന്നെ മൂടാടി പഞ്ചായത്തിന്റെ ആൾക്കാരും എല്ലാം കൂടി വരും. പിന്നെ ഇത് ഒരു കൊയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സമയത്ത് കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഒരുവിധം പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കൊയ്ത്തു ഉത്സവം നടത്താറ്. അങ്ങനെ NSSന്റെ വിദ്യാർത്ഥികൾ CKG ന്നും അതേപോലെ തന്നെ പിന്നെ മുജൂന്ന് കോളേജിൽ നിന്നെല്ലാം ആൾക്കാർ വന്നിട്ട് ഓരോ സമയത്ത് ആൾക്കാർ വന്നിട്ടാണ് വലിയൊരു ഫംഗ്ഷൻ ആക്കി വെച്ചിട്ട് അവർ കൊയ്ത് അവർക്ക് കുട്ടികൾക്ക് എല്ലാം കറ്റയെല്ലാം എടുത്ത് തലയിൽ വെച്ചിട്ട് നല്ല ചെറിയ LP സ്കൂളിലെ ഇതെല്ലാം ഈ വരമ്പത്തൂടെ എല്ലാം നടന്നു പോകുന്ന നല്ലൊരു രീതിയാണ്. ഞങ്ങൾ വെറും ഈ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയല്ല ഇത്. ഇതൊരു നാടിന്റെ ഒരു കാഴ്ചയ്ക്കും ഞങ്ങളെ മാനസിക സന്തോഷത്തിനും എല്ലാം കൂടി വേണ്ടി ചെയ്യുന്നൊരു ഏർപ്പാടാണ് ഇവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഈ സമയത്ത് ഇടലുണ്ട്. ഇതിന്റെ മുതലാളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മരിച്ചുപോയി. ഇപ്പൊ അതിന്റെ അനുബന്ധ ആൾക്കാരാണ്. ശ്രീധരൻ പറമ്പിൽ എന്ന് പറഞ്ഞ ആള് എന്റെ ഒരു ബന്ധു കൂടിയാണ്. അദ്ദേഹമാണ് ഇതിന്റെ ആള്. ഞങ്ങളുടെ ഒരു കൂടെയുള്ള ഒരാളാണ്. ഇതിന്റെ വിപണി സാധ്യത എങ്ങനെയാണ്? അത് ഇവിടുത്തെ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും ഒരു രീതിയാണത്. പിന്നെ പുറത്തേക്കൊന്നും കൊടുക്കാതെ ഇവിടെ ഈ പ്രദേശത്ത് തന്നെയുള്ള ആൾക്കാർക്ക് ഇതിന്റെ വിതരണം നടത്തും ഞങ്ങള്. പിന്നെ ഇപ്പൊ പിന്നെ ക്യാൻസർ പേഷ്യന്റ് ഉണ്ടാവും, അതുപോലെ കിഡ്നി പേഷ്യന്റ് ഉണ്ടാവും, അതുപോലെ കൗണ്ട് കുറഞ്ഞ കുട്ടികൾ ഉണ്ടാവും. പിന്നെ ഇപ്പൊ ഇത് അവരെ അസുഖമില്ലാത്ത ആൾക്കാരെ നമുക്കായാലും ഒരു ഇത്തിരി ഗ്രാം എടുത്തിട്ട് ജ്യൂസ് ചെയ്താല് മെഷീനിൽ അടിച്ചിട്ട് ഒരു കഞ്ഞി വെച്ച് നമുക്ക് അത് മതി. എന്റെ എനർജി ഗ്ലൂക്കോസ് എനർജിയാണ് ഇതിന്റെ സംഭവം. ഞങ്ങളിത് കാലാകാലങ്ങളായിട്ട് ചെയ്യുന്ന നല്ല മൂടാടി അരി എന്നാണ് ഇതിന്റെ പേര്. ഇവരാണ് ഇതിന്റെ സംരംഭകര്. ഇതിന്റെ ഒരു നട്ട സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പൊ MD ഇതായിട്ട് പോയി.
അപ്പൊ സൂപ്രണ്ടായിട്ട് പോയി. അപ്പൊ അതിൽ കിട്ടും ഞങ്ങൾ കുറെ എടുക്കും, ബാക്കിയെല്ലാം ഇവിടെയുള്ള ആൾക്കാർക്ക് വിതരണം ചെയ്യും. അപ്പൊ ഇത് ഒരു പാക്കറ്റിന് കഴിഞ്ഞ വരെ 80 റുപ്യായിരുന്നു. ഇനിയിപ്പോ അതിന്റെ വിപണന സാധ്യത എങ്ങനെയാണെന്നുള്ളത് ഇവര് ഞങ്ങളെ പഞ്ചായത്ത് കൃഷിഭവന്റെ കർമ്മസേനയിലുണ്ട്. അവരോട് ചോദിച്ചിട്ട് അവരെ കാര്യങ്ങളെല്ലാം എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവരെടുത്തുണ്ടാവുന്നില്ല. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മളിത് വിൽക്കപ്പെടുക. ഇതിപ്പോ ഞങ്ങൾ നട്ടിട്ട് 2 മാസമായി. ഇനി ഇതിന്റെ തലയൊക്കെ മുറിച്ച് ഇപ്പൊ തിരില് വേറെ വന്നിട്ടുണ്ട്. രാസവളമൊന്നുമില്ല, ജൈവവളം മാത്രം. ഓണത്തിലേക്ക് ഇതിന് പൂക്കൾ വരാൻ സാധ്യതയുണ്ട്. ഇത് ഞങ്ങള് നട്ടിട്ട് നല്ല മഴയായിരുന്നു, അപ്പൊ എല്ലാം നശിച്ചുപോയി. രണ്ടാമത് നട്ടത് കൊണ്ട് ഇനി ഓണത്തിന് പൂവുണ്ടാവാൻ സാധ്യത കുറവാണ്. നവംബർ ആകുമ്പോഴത്തേക്ക് പൂവുണ്ടാവും. ആ ഓക്കെ, അവിടെ അമർത്ത് മണ്ണ് റൈറ്റ്, ഒരപ്പുറം ഒരടി വിട്ടിട്ട് അപ്പുറം നട്ടു. ലേശം കൂടി അപ്പുറം. അതന്നെ. ഓക്കെ, ഒറ്റൊന്നും നടണ്ടല്ലോ. മതിയോളെ നട്ടിട്ട് മണ്ണ് നട്ട് ബാക്കി ഞങ്ങളായിക്കോളും. അതിന് മുരളിയെ ഇപ്പൊ ലേശം വെള്ളം കെടുത്തതെ, അതിന് വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ നട്ട് പോകുന്ന രീതി ശരിയല്ലല്ലോ. പച്ചക്കറിക്ക് ഒരുക്കിയതാണ് ഈ സ്ഥലം. പിന്നെ വേനൽക്കാലം ആകുമ്പോഴേക്കും ഞങ്ങൾ വേറെ സാധനങ്ങൾ നടാം. മഴക്കാല പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പയറ്, വെണ്ട, വഴുതിന്, ഈ വക സാധനങ്ങളാണ് മഴക്കാല പച്ചക്കറി. പച്ചമുളക്, ഇതാണ് നമ്മൾ ഇതിന്റെ അകത്ത് ഇടുന്നത്. അപ്പൊ ഈ ലൈന് ഞങ്ങൾ മൊത്തം എന്ന് പറഞ്ഞാല് വഴുതിന് ഇടും, മനസ്സിലായോ? അപ്പൊ അതിനാണ് എത്തിയത്. പിന്നെ ഞങ്ങൾ നട്ടത് ഭാഗങ്ങളെല്ലാം അതിലെല്ലാം നിറയെ ചേമ്പ്, അതിൽ നിറയെ വാഴകള്, വാഴേന്റെ സൈഡുകളിൽ ഇടവേളയായിട്ട് പിന്നെ ഇത് ഇട്ട് കൊടുത്തണ്ടോ, ചേമ്പ് ഇട്ട് കൊടുത്തണ്ട. ഇതിലൊക്കെ ചേമ്പുകളുണ്ടാവും സൈഡിലുള്ള വാഴേന്റെ. നമുക്കിനി ആ നട്ടതിന് ഈ സൈഡില് അത് ഈ നട്ടതിന് വെള്ളം പറഞ്ഞോളൂ. നമുക്ക് ഒരു സാധനം നട്ടാ പറഞ്ഞു. അതാണ് കൃഷിന്റെ കാർഷിക രീതി. നട്ടുകേർത്ത് ഞങ്ങളൊരു 50 തടം വെണ്ടയാണ് ഇട്ടിരിക്കുന്നത്. ഇന്നിട്ടിരിക്കുന്നത്, മുൻപിട്ടത് വെച്ചുപോയി. അപ്പൊ ഇതിനെ തുള്ളൻ എന്ന് പറഞ്ഞൊരു പ്രാണിയുണ്ട്, അത് വെട്ടുന്നതിനാണ്. ഇനി ഇവിടെ പിടിക്ക്, അത് പിടിച്ചോക്ക എന്താന്ന്. അപ്പൊ എനിക്ക് മനസ്സിലാവും. അതാ ഈള് കണ്ട, ഇത് 3 ഭാഗം വെച്ചിങ്ങനെ കൊടുക്കും. അപ്പൊ തുള്ളൻ എന്ന് പറഞ്ഞ പ്രാണി വെട്ടില്ല, വളരെ ചെറുപ്പത്തിൽ വേഗം വെട്ടാൻ പറ്റും. അതുകൊണ്ട് വെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ 50 തടത്തിലും ഈ ഇത് വെച്ചിരിക്കുന്നത്, മനസ്സിലായോ? അത് വഴുതിനാണ്. പിന്നെ അതിനെ പെട്ടെന്ന് തന്നെ വളർന്നു വന്ന സാധനമാണ്. ഇതിന് ഒരു കാര്യം കൂടി ഇങ്ങോട്ടുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്കൊരു ഈ പ്രദേശത്ത് ഫേമസ് ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ ഈ മൂടാടി പഞ്ചായത്തിന്റെ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ജവാൻ കർഷക ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ഞങ്ങളാണ് ഈ നെല്ല്, ഇവിടെയുള്ള ഈ മഴക്കാല പച്ചക്കറി, ശീതകാല പച്ചക്കറി എന്ന് പറഞ്ഞാല് നല്ല ഫേമസ് പച്ചക്കറി നടത്തുന്നതാണ്. ഞങ്ങളൊരു ഓരോ പറിക്കും കായ്പയിൽ എന്ന് പറഞ്ഞാൽ 70-80 കിലോയിലും പറിച്ചെടുക്കുന്ന ആൾക്കാരാ. ഇത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പറഞ്ഞ ഇപ്പൊ മഴക്കാല പച്ചക്കറി കഴിഞ്ഞാല് ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതൊക്കെ ഒഴിവാക്കും. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ ശീതകാല പച്ചക്കറി, മഞ്ഞുകാലത്തുള്ള ആ പച്ചക്കറികളാണ് ഇവിടെ നിറയെ. ഇതൊക്കെ കായ്പത്തടായിരിക്കും വരും. ഒരു 40ഓളം തടം കായ്പയുണ്ടാവും. പിന്നെ അതിലൊക്കെ പിന്നെ പടവലം, വെണ്ട, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരും, മനസ്സിലാ? ചീര കൃഷി ചെയ്യാറില്ല? ആ ചീര കൃഷി ചെയ്യാറുണ്ട്. അതെന്നെ സീസണില് മാത്രമാണ്. അത് ഞങ്ങള് വരമ്പുകളിൽ ഇങ്ങനെ എടുത്തിട്ടിട്ട് ചീര കൃഷി ചെയ്യും. 2 തരപ്പൂ പച്ച ഫുള്ളായിട്ടുണ്ടാവും. ഓണച്ചന്തകളിലേക്ക് കൃഷി എത്തിക്കാറുണ്ടോ? ഈ പ്രാവശ്യം ഞങ്ങളെ ഈ പച്ചക്കറി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലുണ്ടെങ്കിൽ കൊടുക്കും. നമ്മളെ നമ്മളെ സ്പോട്ടിൽ എവിടെയാണോ അവിടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ വന്നിട്ട് അതൊക്കെ വാങ്ങിച്ചോണ്ട്. ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, റെസിഡൻസിന്റെ ഉണ്ട്. അങ്ങനെ കണ്ട ഞങ്ങളെ പച്ചക്കറി വാങ്ങുന്ന ആൾക്കാർ ഗ്രൂപ്പ് ഉണ്ട്, ജവാൻ കർഷക ഗ്രൂപ്പ് എന്നാണ് ഗ്രൂപ്പ് ഉണ്ട്. അവിടെ വന്നിട്ട് പറിക്കുന്നതിനനുസരിച്ചിട്ട് വൈകിട്ടായാലും ആൾക്കാർ വന്നിട്ട് എല്ലാ സാധനവും വാങ്ങിച്ചോണ്ട്. ഞങ്ങൾക്ക് ഇന്ന് വരെ ഒരു നഷ്ടം വന്നിട്ടൊന്നുമില്ല. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുപോകും, സാധനം വേസ്റ്റ് ആയിട്ടൊന്നും ഇല്ല. പിന്നെ എന്താ പറഞ്ഞാല് കൃഷി വകുപ്പെല്ലാം ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പഞ്ചായത്തെല്ലാം നമുക്ക് വിപണിക്ക് വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് അതിന്റെ അവിടെ ഒന്നും ആവശ്യം വന്നിട്ടില്ല ഇതുവരെ.
നമ്മൾക്കെല്ലാം ഇവിടെ തന്നെ ഇത് വിറ്റഴിക്കപ്പെടുന്നതാണ്. അത് പറഞ്ഞാൽ പിന്നെ ശരിയായ രീതിയിൽ ജൈവ രീതിയിൽ മാത്രമേ ഇവിടെ കൃഷി ചെയ്യാൻ നോക്കുള്ളൂ. ഇപ്പൊ ഞങ്ങൾ പച്ചക്കക്കയാണ് ഇട്ടത്. മുമ്പെല്ലാം കുമ്മായ ഇടുന്നതിന് പകരം ഇപ്പൊ കുമ്മായവും പിന്നെ അത് ജൈവ അല്ല എന്നാ പറയുന്നത്. അപ്പൊ പറഞ്ഞ പച്ചക്കക്ക ഞങ്ങള് ഇതിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്. മനസ്സിലായോ? പച്ചക്കക്കയാണ് ഇപ്പൊ ഇടാൻ പറയുന്നത് ജൈവ രീതിയിലേക്ക്. ഞങ്ങൾക്ക് ജൈവ സർട്ടിഫിക്കറ്റിലുള്ള ഗവൺമെന്റിന്റെ കൃഷിക്ക് സബ്സിഡി കിട്ടാറുണ്ട്. കൃഷിക്ക് സബ്സിഡി ഒക്കെ കിട്ടാറുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിത്തും വളമെല്ലാം പിന്നെ ഗവൺമെന്റ് തരുന്നതാണ്. ഇവിടുത്തെ കൃഷിഭവനും പഞ്ചായത്തും കൂടി രണ്ട് ഫണ്ടുണ്ട് ഇവർക്ക്. പഞ്ചായത്തിന്റെ ഫണ്ടുകളും കൃഷിഭവന്റെ ഫണ്ടുകളും കൂടി അവര് സംയോജിപ്പിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അവരിത് കൊടുക്കുന്നുണ്ട്. പിന്നെ വിത്തും വളവും ഇതിപ്പം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് വളവും വിത്തുകളെല്ലാം നമുക്ക് തരും. നമ്മൾ കൃഷി ചെയ്തിട്ട് അവരതിന്റെ പൈസയും കാര്യങ്ങളൊന്നും വാങ്ങിക്കലൊന്നുമില്ല. നമുക്കങ്ങനെ ചെയ്യും. ഇപ്പൊ ബ്ലോക്കിന്റെ സാധനങ്ങളാണ് ഇവിടെ കാണുന്നത്. ചേന ഇതൊക്കെ അവര് തന്നാണ്. ചേന, ചേമ്പ് എല്ലാം ബ്ലോക്കിന്റെ ആണ്. കണ്ടിക്കിഴങ്ങ് എല്ലായിടെ ഉണ്ട്. ഇപ്പൊ മഴയായിട്ടൊന്ന് പൊന്തായിട്ടാ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഈ താമരക്കുളം. ഇത്രയും നേരം കൃഷിയെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു തന്നതിന് എന്റെ പേരിനും സീഡിന്റെ പേരിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സന്തോഷം. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇന്നത്തെ തലമുറ ഈ കൃഷിയെ പറ്റി യാതൊരു പിന്നെ ഇതിലേക്ക് ഇറങ്ങുന്നില്ല. ഇതിനെപ്പറ്റി യാതൊരു അറിവും കൊടുക്കുന്നില്ല, കിട്ടുന്നില്ല. അപ്പൊ നിങ്ങളെമാരെയുള്ള കുട്ടികൾ വന്നിട്ട് ഈ സന്ധ്യാസമയത്തും നെല്ലും ഇതെല്ലാം കൂടെ നിങ്ങളെ കൂടെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ വരുന്ന തലമുറകള് ഇതിനെപ്പറ്റി പഠിച്ച് ബാക്കിയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ നമ്മളെ നാട് പിന്നെ വിപുലപ്പെടും. ഈ കൃഷി രീതിയെ പറ്റി ബാക്കിയുള്ള ആൾക്കാർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഞങ്ങളെല്ലാം വേഗം കർഷകരായിട്ട് വേഗം പോകും. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം വളരെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ വന്നതിലും അതിയായ സന്തോഷമുണ്ട്. ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു പുതുവത്സര ആശംസകൾ നേരുന്നു. സന്തോഷം. നന്ദി. നന്മ തരട്ടെ. കൊയ്ത്തുത്സവത്തിന് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു.